കേരളത്തിന്റെ സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന തൃശൂരിന്റെ ഹൃദയഭാഗത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു നേർത്ത തലോടലായി അപൂർണ ബാല്യങ്ങൾക്ക് കാരുണ്യത്തിന്റെ കുളിർക്കാറ്റേകി പടർന്നു പന്തലിച്ചു കിടക്കുന്ന സ്ഥാപനമാണ് പോപ്പോൾ മേഴ്സി ഹോം. ഇവിടെ വികലമായ ഇവരുടെ ബുദ്ധിയെ, മനസ്സിനെ സ്നേഹം കൊണ്ട് പലവിധ പരിശീലനങ്ങൾ കൊണ്ട് അതിജീവിപ്പിച്ച് ഇവരിൽ ഒളിഞ്ഞുകിടക്കുന്ന സർഗവാസനയെ വിശ്വനന്മയ്ക്ക് ഉപകാരപ്രദമാക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് 1977 ആരംഭിച്ച പോപ്പോൾ മേഴ്സി ഹോമിന്റെ മഹത് ലക്ഷ്യം. ദിവംഗതനായ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് 1977 ബുദ്ധിവൈകല്യമുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മേൽത്തട്ടിലേക്ക് ഉയർത്തുക എന്ന ഉദ്ദേശശുദ്ധിയോടെ ആരംഭിച്ച ഒരു സ്വർഗീയ പൂങ്കാവനമായ ഈ സ്ഥാപനം ആരംഭിച്ചത് തൃശൂർ ജില്ലയിലെ അത്താണി എന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്തും. ദൈവം മുൻപേ കണ്ടുവച്ച സ്വർഗീയ കവാടമായിരിക്കും ഈ പ്രദേശം. കാരണം ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശശുദ്ധി എന്താണോ അതാണ് ആ സ്ഥലത്തിന്റെ പേരും അത്താണി. തൃശൂർ അതിരൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം ആദിലിമിന വിസിറ്റിന് വേണ്ടി റോമിലെത്തിയപ്പോൾ പോപ്പ് പോൾ ആറാമൻ മാർപ്പാപ്പയെ കാണുകയും ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള ആഗ്രഹം പിതാവിനെ മാർപ്പാപ്പയെ അറിയിക്കുകയും ചെയ്തു. മാർപ്പാപ്പ അന്ന് തന്നെ അഭിമന്യ കുണ്ടുകുളം പിതാവിനെ ഒരു ചെറിയ സമ്മാനം ഏൽപ്പിക്കുകയും ആ സമ്മാനത്തിൽ നിന്ന് കിട്ടിയ തുകയിൽ നിന്നാണ് പോപ്പ് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പേരിൽ പോപ്പ് പോൾ മേഴ്സി ഹോം എന്ന സ്ഥാപനം മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി അഭിമന്യ പിതാവ് ആരംഭിച്ചത്. ഇന്ന് ആ സ്ഥാപനം 35 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മാനസിക വൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന, അവർക്ക് പരിശീലനം നൽകുന്ന, അവരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന സ്ഥാപനമായി വളർന്ന് വലുതായിട്ടുണ്ട്. അഭിമന്യ പിതാവിൻ്റെ ഈ സംരംഭം അനേകം കുട്ടികൾക്ക് സാധാരണ കുട്ടികളോടൊപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അവഗണിക്കപ്പെട്ടവരല്ല അവരെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹിക പ്രതിബദ്ധത ഏറ്റുപറയുന്ന സ്ഥാപനമായി ഇന്ന് ഇത് നിലനിൽക്കുകയാണ്. ഇവരാണ് ഇവിടുത്തെ മാലാഖമാർ. സ്വർഗീയ പറുദീസിലേക്ക് സന്തോഷത്തോടെ വരുന്ന ഈ ബാല്യങ്ങളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് നിഷ്കളങ്കതയാണ്. കപടതയുടെ പൊയ്മുഖമില്ലാത്ത ഈ ലോകസുഖങ്ങളിൽ ആനന്ദം കണ്ടെത്താത്ത ഇവർ ശരിക്കും ദൈവത്തിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇവർ ലോകമോഹങ്ങളിലേക്കല്ല ഓടുന്നത്, കളിക്കാനും ചിരിക്കാനും തങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കാനുമായിട്ടാണ്. ഈ ലോകത്ത് ഇവരെ കാത്തിരിക്കുന്നത് ഒരു അത്ഭുത ലോകമാണ്. ഈ നിഷ്കളങ്ക ബാല്യങ്ങളുടെ ബുദ്ധിമാനം മനസ്സിലാക്കി ഇവരുടെ മനോഭാവം അനുസരിച്ച് പ്രത്യേകമായി പരിശീലനം ലഭിച്ച അധ്യാപകർ ഇവർക്കായി ഒരു നവലോകം സൃഷ്ടിക്കുന്നു. അതെ, അറിവിന്റെ ഒരു മാസ്മരിക ലോകം തന്നെ അധ്യാപകർ ഇവിടെ ഒരുക്കുന്നു. സമൂഹത്തിലെ സാധാരണ കുട്ടികളെ പോലെ പരിഗണനയും വാത്സല്യവും പകർന്നു നൽകി അറിവിന്റെ വെളിച്ചം പകരുന്നു. മാതാപിതാക്കളെക്കാളും ഉപരിയായി ഇവരെ മനസ്സിലാക്കാനും ഇവരുടെ കഴിവുകൾ കണ്ടെത്തി ഇവരെ മൂല്യബോധമുള്ള ഒരു തലമുറയാക്കി വളർത്തിയെടുക്കുന്നതും ഈ അധ്യാപക വൃന്ദമാണ്. കേവലം ഒരു കുലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ വിദ്യാഭ്യാസം. കുട്ടികളുടെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനൊതുങ്ങുന്ന അതിബൃഹത്തായ ഒരു പാഠ്യപദ്ധതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക വൈകല്യത്തെ മറികടക്കാൻ ഒതുങ്ങുന്ന ഫിസിയോതെറാപ്പി, സംസാര വൈകല്യത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന സ്പീച്ച് തെറാപ്പി, സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി അപൂർണരായ കുട്ടികളെ തുറന്ന സമൂഹത്തിൽ പൂർണ്ണരായി ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. എൻ്റെ പേര് മഞ്ജു കമാൽ. ഞാൻ 16 വർഷമായി പോപ്പോൾ മേഴ്സി ഹോമിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വരാനുണ്ടായ കാരണം തന്നെ എൻ്റെ മോള് കാരണമാണ്. 5 വയസ്സായ എൻ്റെ മോളെയും കൊണ്ടാണ് ഞാൻ പോപ്പോളിൻ്റെ പടിവാതിൽ വന്ന് കയറുന്നത്. മോൾക്ക് ഇപ്പോൾ 22 വയസ്സ് കഴിഞ്ഞു. ഇത്രയും വർഷം മോളോടൊപ്പം ഞാനും പോപ്പോളിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർവ്വ ദുഃഖങ്ങളും ഞാൻ മറക്കുന്നത് പോപ്പോളിൽ വരുമ്പോഴാണ്, ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ. ഇവിടെ ഏകദേശം 400ഓളം കുട്ടികളുണ്ട്. 400 പേർക്കും വിഭിന്നമായ സ്വഭാവമാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ സാന്നിധ്യം അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്.
ഒരു കുട്ടിയെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരിൽ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ അവരുടെ കൂടെ അത്രയും ദിവസങ്ങൾ, അത്രയും നാളുകൾ അവരോടൊപ്പം കഴിയാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഡിസംബർ 8-ാം തീയതി വികലാംഗ ദിനം കൊണ്ടാടി ഞങ്ങളുടെ സ്കൂളിനാണ് ഓവറോൾ കിരീടം കിട്ടിയത്. മത്സരങ്ങൾ എല്ലാ സ്കൂളുകളുടെ ഭാഗമായിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ മറ്റൊരാളെ തോൽപ്പിച്ചു എന്നുള്ള സന്തോഷമാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു അംഗീകാരം കിട്ടുന്നതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണുമ്പോൾ അത് തന്നെയാണ് അവരുടെ ജയം. തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല അവർ നോക്കുന്നത്. ഞങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കുന്നു, ഞങ്ങളുടെ ഓട്ടത്തിൽ ഞങ്ങളുടെ കളിയിൽ ഞങ്ങൾക്ക് ക്ലാപ്പ് കിട്ടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു പ്രകടനം അത് തന്നെയാണ് അവരുടെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്ത ബുദ്ധിമാനത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ വിദ്യ അഭ്യസിക്കുന്നത്. വ്യത്യസ്ത ബുദ്ധിമാനത്തിലുള്ള ഇവർക്ക് ഇവരുടെ ബുദ്ധിമാനത്തിനനുസരിച്ച് പ്രത്യേക പരിഗണനയും പരിശീലനവും കൊടുക്കുന്നു. ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തി അവരുടെ അഭിരുചിക്കനുസൃതമായ തൊഴിലുകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ചിത്രരചന, പൂക്കൾ നിർമ്മാണം, ആഭരണ വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഇവ അഭ്യസിപ്പിക്കുന്നതിനോടൊപ്പം ഇതിന്റെ വിപണനവും ഇവിടെ സാധ്യമാക്കുന്നു. പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, വിവിധതരം അച്ചാറുകൾ, തയ്യൽ പരിശീലനം. അപൂർണരെന്ന് സമൂഹം വിളിക്കുന്ന ഈ കുരുന്നുകളുടെ സർഗാത്മക പ്രകടനങ്ങൾ നാം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കലാരംഗത്തും കായിക രംഗത്തും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഇവർ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന സംസ്ഥാനങ്ങളിലെത്തി സമ്മാനം കരസ്ഥമാക്കി തൃശൂർ ജില്ലയുടെ അഭിമാനമായി പ്രശോഭിക്കുന്നു. ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയും മാർഗദർശിയുമായി മാറിയ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടും മനുഷ്യ മനസ്സുകളിൽ മരിക്കാത്തൊരോർമ്മയായി നിലകൊള്ളുന്ന മാർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ പിൻഗാമികളായി വന്ന പിൻതലമുറക്കാരുടെ അക്ഷീണ പ്രയത്നഫലമായിട്ടാണ് പോപ്പോൾ മേഴ്സി ഹോം ഇന്നത്തെ നിലയിലെത്തിയത്. ഈ സ്ഥാപനത്തിന്റെ ഉത്തമമായ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനികളാണ് റെവറൻഡ് ഫാദർ പോൾ പൂവത്തിങ്കൽ, റെവറൻഡ് ഫാദർ വർഗീസ് പാലത്തിങ്കൽ തുടങ്ങിയവർ. സമൂഹത്തിന്റെ ഉന്നതത്തിലെത്തി നിൽക്കുന്ന ഈ സ്ഥാപനം സന്ദർശിച്ചവർ ലോകം ആദരിക്കുന്ന പ്രശസ്തരാണ്. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ, അത്യുന്നത കർദിനാൾ വർക്കി വിധേയത്തിൽ, കേരള ഗവർണർ ബുദ്ധദേവ് സിംഗ് ഗാങ് തുടങ്ങിയവർ ഇവരിൽ ചിലരാണ്. കൂടാതെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പുരസ്കാരങ്ങൾ പലതാണ്. കേരള സംസ്ഥാന അവാർഡ്, കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് തുടങ്ങി വന്നു ചേർന്നിട്ടുള്ള ബഹുമതികൾ വളരെ വലുതാണ്. ഇതുകൊണ്ട് തന്നെയാവാം ഈ സ്ഥാപനത്തിന് ഏഷ്യയിലേക്ക് 2ാം സ്ഥാനം ലഭിച്ചതും. ഈ സ്ഥാപനത്തോടൊപ്പം നമുക്കും അഭിമാനിക്കാം. കാരണം നാമും മലയാളികളാണ്. മനുഷ്യജന്മം മഹോത്തര ജന്മം. എങ്കിലും ദൈവത്തിനിവിടെയും കൈപ്പിഴകൾ സംഭവിച്ചോ എന്ന് ഒരു പക്ഷേ നാം ഓരോരുത്തരും ഒരു നിമിഷം ചിന്തിച്ചിരിക്കാം. എന്നാൽ നമുക്ക് തെറ്റി. നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് നാം അപൂർണർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ബാല്യങ്ങൾ. കാപട്യത്തിന്റെ പൊയ്മുഖങ്ങൾ അശേഷം തൊട്ടു തീണ്ടാത്ത നിഷ്കളങ്ക ജന്മങ്ങൾ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വെമ്പുന്ന ആ നിഷ്കളങ്ക ജന്മങ്ങൾക്ക് സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഇല്ല. തങ്ങളുടെ ലോകത്ത് പാറിപ്പറന്നു നടക്കുന്ന പറവകളാണിവർ. നാം ഉൾപ്പെട്ട കുറെ സുഖലോലുപർ ജീവിതം ആഘോഷമാക്കാനായി നെട്ടോട്ടമോടുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വെമ്പുന്ന ആ മനസ്സുകൾക്ക് ദൈവം ഒരുക്കിയ സ്വർഗീയ പൂങ്കാവനമാണ് പോപ്പോൾ മേഴ്സി ഹോം. ഇവിടെ ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വർഗത്തിനോ ഒന്നിനും പ്രസക്തിയില്ല. കഴിവ് കുറഞ്ഞവരായി നാം പുറന്തള്ളുന്ന ഇവരുടെ കഴിവുകൾ കണ്ടെത്തി കഴിവുറ്റവരാക്കി മൂല്യമുള്ള ജീവിതത്തിനുടമകളാക്കി മാറ്റുന്നു. നിർഭാഗ്യ ജന്മങ്ങളെ പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനോടൊപ്പം മാനസിക വെല്ലുവിളികളെ നേരിടുന്നവർക്ക് ഒരു കൈത്താങ്ങായി വർത്തിക്കുന്നു ഈ സ്ഥാപനം. ആഗോള ജനസംഖ്യയിൽ 2% ബുദ്ധിവൈകല്യമുള്ളവരാണ്. ബുദ്ധിവൈകല്യം അഥവാ ബുദ്ധിമാന്ദ്യം എന്ന പദത്തിനേക്കാൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ കഴിവുകളിൽ വ്യത്യസ്തതയുള്ളവർ എന്ന പദമാണ് കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള മക്കൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ അവരിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബുദ്ധിമാന്ദ്യം ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാം
അവരെ സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്നതാണ്. ആദ്യമായിട്ട് ഇവർക്ക് ട്രെയിനിങ് നൽകുന്നത് പേഴ്സണൽ സ്കിൽസിലാണ്. എന്ന് വെച്ചാൽ സ്വന്തമായി അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ട്രെയിനിങ് ആണ് ആദ്യമായിട്ട് നൽകുന്നത്. പിന്നീട് അക്കാഡമിക് ട്രെയിനിങ്ങും സോഷ്യൽ ട്രെയിനിങ് എല്ലാം നൽകിക്കൊണ്ട് സമൂഹത്തിൽ ഇവർ ആവശ്യമുള്ളവരാണെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ഈ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ പരിമിതികൾക്കോ പരിഗണനകൾക്കോ പ്രാമുഖ്യമില്ല. തികച്ചും മാനുഷിക പരിഗണന മാത്രം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും പരസഹായം കൂടാതെ നിവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത ജന്മങ്ങൾ. സമൂഹത്തിന്റെ വഴിത്താരയിലേക്ക് സഹജീവികൾക്കൊപ്പം കൊണ്ടുവരാൻ ശരിയായ പരിശീലനവും കരുണയും കരുതലും പകർന്നു നൽകിക്കൊണ്ട് മാനുഷിക ശക്തിക്കൊപ്പം ദൈവിക ശക്തി പകർന്നുകൊണ്ട് സമൂഹത്തിന്റെ വഴികാട്ടിയായി ഈ സ്ഥാപനം മുഖ്യധാരയായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ആദ്യ പ്രയത്നമായ ഈ പ്രവർത്തനം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യത്തോടെ നിർത്തട്ടെ. ആരാണ് ഇവിടെ അപൂർണർ? പൂർണ്ണരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മളോ അതോ